പരിസ്ഥിതിക്കും വിശ്വാസങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവഴിച്ച പ്രവാസി മലയാളിയെ പരിചയപ്പെടാം. മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ സ്വന്തം പേരിലെ 39 സെന്റ് ഭൂമി ക്ഷേത്രത്തിന് ഇഷ്ടദാനം ചെയ്തു. മാത്രമല്ല, പരവൂർ കായലിൽ നട്ടത് 20 ലക്ഷം കണ്ടൽ തൈകൾ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി ഇഷ്ടദാനമായി നൽകിയ പ്രവാസി മലയാളി തോമസ് അലക്സാണ്ടർ മതേതരത്വത്തിന്റെ കൂടി ആൾ രൂപം. വിനോദസഞ്ചാര പദ്ധതിക്കായി നെടുങ്ങോലം പടിഞ്ഞാറ് വാർഡിൽ വാങ്ങിയ ഭൂമിയിൽ വർഷങ്ങൾ പഴക്കമുള്ള ആമവട്ടത്ത് അപ്പുപ്പങ്കാവുണ്ടായിരുന്നു. ഇവിടെ തോമസിന്റെ അനുവാദത്തോടെ നാട്ടുകാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. ഇതടക്കം 39 സെന്റ് ഭൂമി ക്ഷേത്ര കമ്മിറ്റിക്ക് സൗജന്യമായി കൈമാറുകയായിരുന്നു. എന്തുകൊണ്ട് ക്ഷേത്രത്തിനായി ഭൂമി ദാനം ചെയ്തു എന്ന കൈരളി ന്യൂസിന്റെ ചോദ്യത്തിന് തോമസിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരവും മനോഹരം. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം? എല്ലാവരും വന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് ഇതിന് തടസ്സം ഉണ്ടാകണ്ട എന്ന് മാത്രം. അത്രേ ഉള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ. നമുക്ക് അമ്പലത്തിലേക്ക് വേണ്ടി 39 സെന്റ് വസ്തു സാർ ദാനമായിട്ട് നമുക്ക് തന്നു. അതിൽ നമുക്ക് ഈ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും സാറിൻ്റെ അടുത്ത് വലിയൊരു നന്ദിയാണ് നമുക്ക് ഇതിലൂടെ അറിയിപ്പിക്കുന്നത്. ഈ കാണുന്ന കണ്ടൽ കൊട്ടാരവും കണ്ടൽ ഗുഹകളും പ്രകൃതിയുടെ സംഭാവനയല്ല. പ്രകൃതി സ്നേഹിയായ തോമസ് അലക്സാണ്ടർ 17 കൊല്ലം മുമ്പ് വെച്ച 20 ലക്ഷം കണ്ടൽ തൈകൾ. അതിന് സബ്സിഡി ഒന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത് വെച്ചതാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയാൻ നിങ്ങൾക്ക് നല്ല ഓക്സിജൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇന്ന് പരവൂർ കായലിൽ ഉല്ലസിക്കുന്നു. കയാക്കിങ്ങിനും ബോട്ടിങ്ങിനും വൻ തിരക്ക്. കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർ. എല്ലാവരെയും ആകർഷിക്കുന്നത് തോമസ് എന്ന മനുഷ്യൻ നിർമ്മിച്ച കണ്ടൽക്കാട്. It's our first experience. I have seen mangrove forest in Summer, but yeah, it's very good. It's like very beautiful, a bit scary also. Yeah, it's very nice. പരവൂരിലും ചിറക്കരയിലും ബാക്ക് വാട്ടർ ടൂറിസം ശക്തിപ്പെടാൻ വഴിയൊരുക്കിയത് തോമസ് അലക്സാണ്ടറിന്റെ പ്രയത്നം. രണ്ട് രീതിയിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ പ്രവാസി നമുക്ക് വളരെ ഒരു സ്നേഹസമ്പന്നനാവുന്നത്. ഒന്ന്, ഈ പരവൂരിന്റെ വികസനം, പ്രത്യേകിച്ച് പരവൂർ ബാക്ക് വാട്ടർ ടൂറിസം. അപ്പോൾ അതിൽ ഈ കായലിൽ നിൽക്കുന്ന മാംഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽ കൊട്ടാരം എന്ന് ആദ്യമായി പേരിട്ട് വിളിച്ച് വാർത്ത ചെയ്തത് കൈരളി ന്യൂസ് ആയിരുന്നു. അന്ന് തൊട്ടേ നമ്മൾ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്നു. മാൻമെയ്ഡ് ആയിരുന്നു. ഇദ്ദേഹമാണ് അതിന്റെ തൈകൾ, ആയിരക്കണക്കിന് തൈകൾ കൊണ്ട് നട്ട് 20 ലക്ഷം തൈകൾ നട്ട് ഇപ്പോൾ ഈ രീതിയിലേക്ക് അതിനെ വളർത്തി വലുതാക്കി വിട്ടത്. രണ്ടാമത്തെ ഒരു വലിയ ഒരു ബോണസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന 39 സെന്റ് ഭൂമി ഒരു ക്ഷേത്രത്തിന് കൈമാറിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടി പകരുകയാണ് നമ്മുടെ പ്രവാസിയായ ഈ തോമസ് അലക്സാണ്ടർ. പരവൂരിൽ നിന്ന് രാജ്കുമാർ.